നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ബറക്കത്തില്ല. പലരും പറയുന്ന പരാതിയാണ്, ഉസ്താദെ ജീവിതത്തിൽ ബറക്കത്തില്ല, ബറക്കത്തിനുവേണ്ടി ദുആരക്കണം. പ്രശ്നമാണ് ഉസ്താദെ, ഒന്നിനൊരു റാഹത്തില്ല. എന്നാൽ ഉമ്മമാരെ, നിങ്ങൾ പഠിച്ചോളിൻ. നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളുടെ ഭർത്താവില്ലേ, ആ ഭർത്താവിന്റെ ജീവിതം തകരാൻ, നിങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തില്ലാതിരിക്കാൻ 17 സ്വഭാവങ്ങൾ ഉള്ള പെണ്ണുള്ള വീട്ടിന് അള്ളാഹു ബറക്കത്ത് ചെയ്യൂല എന്ന് മഹാരഥന്മാർ പഠിപ്പിച്ച അത്ഭുതകരമായ, നാം ശ്രദ്ധിക്കേണ്ട, പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന, അറിവുള്ളവർ, ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ പോലും, അറിവുള്ളവർ പോലും ചെയ്തു പോകുന്ന ചില അബദ്ധങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 17 സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റിയാൽ ഉറപ്പായും ജീവിതം സക്സസ് ആണ്, ഹാപ്പി ലൈഫാണ്. ആരും നമ്മുടെ ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കടന്നു വരില്ല. അള്ളാഹു നമുക്ക് സന്തോഷം തരുമെന്ന് മഹാരഥന്മാർ പറഞ്ഞ 17 സ്വഭാവങ്ങളെ പറ്റി ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി കുറഞ്ഞ സമയം കൊണ്ട് അൽഹംദുലില്ലാഹ് 25,000 സബ്സ്ക്രൈബേഴ്സ് അൽഹംദുലില്ലാഹ് നമ്മുടെ വോയിസ് ഓഫ് ഷഫീഖ് ബദിന ചാനലിലായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഏറ്റെടുത്തവർ, ഷെയർ ചെയ്തവർ, ഖൽബ് നിറച്ച് ദുആ ചെയ്തവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കണം, ആനന്ദവും ആഹ്ലാദവും ഹാപ്പി ലൈഫായിരിക്കണം, അല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പ്രതിസന്ധികൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകളെ കൊണ്ട്, കടങ്ങളെ കൊണ്ട്, ആവലാദികളെ കൊണ്ട്, വേവലാദികളെ കൊണ്ട് വല്ലാതെ വീർപ്പുമുട്ടുന്നവരാണ്. എന്നാൽ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള, മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാർ പറഞ്ഞ ചില വചനങ്ങളെ ചേർത്ത് എല്ലാം കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് 17 സ്വഭാവങ്ങളുള്ള പെണ്ണെ, നിന്റെ വീട്ടിൽ ബറക്കത്തില്ല, നിന്റെ കുടുംബത്തിൽ ബറക്കത്തില്ല, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ല, ഭർത്താവിന്റെ അധ്വാനങ്ങളെല്ലാം വിഫലമാണ്, നിങ്ങൾക്ക് ബറക്കത്തില്ല, സന്തോഷമില്ല, കടങ്ങളാണ്, പ്രയാസങ്ങൾ കൊണ്ടുവരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു. ജീവിതം താറുമാറാകും, സന്തോഷമില്ല, ഭർത്താവിന് എപ്പോഴും ദേഷ്യമാണ് ഉസ്താദെ, ഭർത്താവിനൊരു സ്നേഹമില്ല. എന്താ കാരണം? ഈ പറയുന്ന സ്വഭാവ ഗുണം നിങ്ങളിൽ ഉണ്ടെങ്കിലാണ്. ഇത് മാറ്റിക്കോളിൻ, നിങ്ങളുടെ ജീവിതം സന്തോഷമാകും. വിശദീകരിക്കുന്നില്ല. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, അതാണ് നമ്മുടെ നിയ്യത്ത്. വെറുതെ വലിച്ചു നീട്ടി നിങ്ങളെ സമയം പാഴാക്കുന്നില്ല. ഒന്നാമത്, ഉമ്മമാരെ പഠിച്ചു വെച്ചോളിൻ. ഈ പറയുന്ന സ്വഭാവങ്ങൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടാത്തതിന് കാരണം അതാണ്. ആ കാരണം എടുത്ത് മാറ്റിയേക്കിൻ, അത് ഒഴിവാക്കിക്കോളിൻ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഒന്നാമത്തത്, എപ്പോഴും വേദന അനുഭവിക്കുക, എപ്പോഴും വേദന അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പം എന്ത് ചെയ്യും? നമുക്കൊരു തലവേദന വന്നു, അതിന്റെ വേദന നമുക്കറിയാം. നബി തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആയിഷ ബിബി ഇങ്ങനെ കിടക്കാണ്. അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ എന്ത് പറ്റി? ആയിഷ ബിബി പറഞ്ഞു, നബിയെ എനിക്ക് തലവേദനിക്കണം. അപ്പൊ നബി തങ്ങൾ ആ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന്, ഒരു ആനന്ദത്തിന് വേണ്ടി വെറുതെ നബി തങ്ങൾ പറഞ്ഞു, എന്തിനാ ആയിഷ നീ കള്ളം പറയണേ? എനിക്കൊന്നും അധിക ജോലിയൊന്നും വീട്ടിലില്ലല്ലോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരണ്ട, നീ വെറുതെ എണീക്ക് എന്ന് പറഞ്ഞപ്പോ കൈയുടെ ഉള്ളുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ നെഞ്ചത്തെ കടിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, നബിയെ അവനവന്റെ വേദന അവനവനെ അറിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബി പറഞ്ഞു എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വേദന ഉള്ളപ്പോൾ നമുക്ക് വേദന ഉണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ശരീരം വേദനയുണ്ട്, തലവേദന വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ രോഗങ്ങളൊന്നുമില്ല, ഒരു രോഗമില്ല. ഭർത്താവ് പറയാണ്, ഇതേ എന്നത് എടുത്ത് എന്നൊന്ന് ചെയ്തു തന്നെ, തലവേദനിക്കുന്നു, അയ്യോ വയറുവേദന, നടുവേദന, തലവേദന, അങ്ങനെ ഇല്ലാത്ത രോഗം അഭിനയിക്കുന്ന പെണ്ണാണോ, നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല. അള്ളാഹുവിന്റെ മലക്കൾ നിനക്ക് ശാപവാക്കുകൾ പറയും, നിനക്ക് റഹ്മത്തില്ല, നിന്റെ ഇബാദത്തുകൾ പോലും അള്ളാഹു സ്വീകരിക്കൂലെന്നാണ്. ഇല്ലാത്ത അസുഖങ്ങളെ അഭിനയിക്കൽ ഒന്നാമത്തെ സ്വഭാവം. ഉണ്ടോ? മാറ്റിക്കോളിൻ. അള്ളാഹു ഉസ്താദെ ഒന്നാമത്തെ തന്നെ ഞാൻ ഔട്ടാണല്ലോ റബ്ബെ എന്ന് ചിന്തിക്കേണ്ട, ഇനിയും സമയമുണ്ട്. രണ്ടാമത്തത്, മഹാരഥന്മാർ പറയുന്നു, ചെയ്ത നന്മകൾ എടുത്തു പറയുക. ചെയ്ത നന്മകൾ എടുത്തു പറയുക. ഭർത്താവിനോട് പറയണം, അതെ എന്റെ വാപ്പ 50 സെന്റ് തന്നില്ലേ, 10 പവൻ തന്നില്ലേ, അന്നത്തെ 10 പവൻ എന്ന് പറഞ്ഞാ എന്റെ റബ്ബേ എത്ര രൂപ ഉണ്ട് പറയൂലേ? എത്രയോ നല്ല നല്ല ആലോചനകൾ വന്നതാണ് പടച്ചോനെ, ഈ മനുഷ്യനെ തന്നെ കിട്ടിയല്ലോ റബ്ബേ. ചെയ്ത നന്മകൾ എടുത്തു പറയുക എന്ന് പറഞ്ഞാ അവിടെ പറയാണ്, ഇവിടെ നന്മകൾ എടുത്തു പറയാണ്. ഞാൻ വേവിച്ചു തന്നില്ലേ, ഞാൻ ഭക്ഷണം തന്നില്ലേ, ഞാൻ വസ്ത്രം കഴുകി തരുന്നില്ലേ, ഞാൻ അത് ചെയ്തു തരുന്നില്ലേ, ഇത് ചെയ്ത നന്മകളെല്ലാം എടുത്തു പറയുന്ന പെണ്ണെ ജീവിതത്തിൽ ബറക്കത്തില്ല. അള്ളാഹു കാക്കട്ടെ.
മൂന്നാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു മറ്റുള്ളവരെ പൊക്കി പറയുക. ഭർത്താവും ഭാര്യയും സിറ്റ് ഔട്ടിൽ കട്ടൻ ചായയും പരിപ്പോടൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ അപ്പുറത്തെ സൂറാത്തയുടെ ഭർത്താവ് ബൈക്കിൽ അപ്പൊ ഉടനെ താത്ത എന്റെ മനുഷ്യ, ആ മനുഷ്യൻ പോണ വണ്ടി നോക്കി, എന്താ സ്പീഡ്, നിങ്ങൾ ഇപ്പോഴും 10-20 സ്പീഡിൽ തന്നെയാണ് പോണം, നടന്നു പോയാൽ നിങ്ങളെക്കാളും മുമ്പെത്താം, ആ മനുഷ്യൻ പോണ സ്പീഡ് നോക്കി. ആരെ? അപ്പുറത്തെ ആളിന്റെ ഭർത്താവ് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയും. അതൊക്കെ എന്റെ നബീസാടെ ഭർത്താവ്, ആ മനുഷ്യൻ ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കൂല, എപ്പോഴും അധ്വാനാന്നേ, രാവിലെ പറമ്പിക്കറും, വൈകുന്നേരമായി വിശ്രമിക്കൂ, പശുവിന്റെ പുറകെ ആടിന്റെ പുറകെ, ഒരു സമയം മനുഷ്യ റെസ്റ്റ് എടുക്കൂല, ഇവിടെ അടുത്തോണ്ട് എപ്പോഴും മൊബൈലിൽ തോണ്ടക്കം തന്നെ. ഭർത്താവ് അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഭർത്താവിനോട് മറ്റുള്ളവരെ പൊക്കുകയും ഭർത്താവിനെ താഴ്ത്തുകയും ചെയ്യരുത്. കുടുംബത്തിൽ ബറക്കത്തില്ല, ജീവിതത്തിൽ ബറക്കത്തില്ല, എന്റെ ജീവിതം അല്ലാഹു തകർത്ത് കളയുമെന്ന് മഹാരഥന്മാർ. അതുപോലെ നാലാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു കണ്ണിൽ കണ്ടതെല്ലാം വേണമെന്ന് പറയുക. കണ്ണിൽ കണ്ടത്, ഇങ്ങനെ ബൈക്കിൽ പോവാണ് അല്ലെങ്കിൽ കാറിൽ പോവാണ്, അപ്പൊ നല്ലൊരു അപായ, നല്ലൊരു പർദ്ദ കടയിൽ മുറ്റത്തിട്ടിരിക്കുകയാണ്. അപ്പൊ കടക്കാർ ബിസിനസിന് വേണ്ടി ഇങ്ങനെ ഇട്ടേക്കും, ഉടനെ നിർത്തിക്കേ പർദ്ദ, അമ്മോ എന്താ വർക്കുകൾ, എന്താ തട്ട്, എന്താ രസം എന്ന് വാങ്ങിത്തരുമോ? അപ്പോഴേ അലമാരിയിൽ എത്ര എണ്ണം ഇരിക്കണ വേണം, ഇനി നിനക്ക് വേണം, ഇത് വാങ്ങിത്തരൂ പ്ലീസ്, ഒരെണ്ണം. അങ്ങനെ കാണുന്നതെല്ലാം വാങ്ങാം, പോകുന്ന വഴി കാണുന്നതൊക്കെ വാങ്ങണമെന്ന് പറയുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന പെണ്ണാണ് സ്വർഗത്തിൽ കടക്കുകയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖനാഅത്തുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഭർത്താവിനെ ബുദ്ധിമുട്ടുക, കണ്ണിൽ കണ്ടതെല്ലാം വേണമെന്ന് ആഗ്രഹം പറയുന്ന പെണ്ണെ, എന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല. അതുപോലെ അഞ്ചാമത്തത് മഹാരഥന്മാർ പറയുന്നു ബറാക്കത്ത്. ബറാക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, പകൽ മുഴുവനും മുഖം മിനുക്കുന്നവൾ, മേക്കപ്പ് ഇട്ട് നടക്കുന്നവൾ. അല്ലല്ലാ, അത് വിശദീകരിക്കുന്നില്ല. പകൽ മുഖം മിനുക്കി നടക്കുന്നവൾ. ശ്രദ്ധിക്ക്, ബറാക്കത്ത് എന്നാണ് അതിന് പറഞ്ഞ മഹാരഥന്മാർ. അന്നാനത്ത്, മന്നാനത്ത്, ഹന്നാനത്ത്, ഹദ്ദാക്കത്ത്, ബറാക്കത്ത്. ബറാക്കത്ത് എന്ന് പറഞ്ഞ രണ്ടർത്ഥമാണ് മഹാരഥന്മാർ പറയുന്നത്. ഒന്ന്, പകല് മുഴുവനും മുഖം മിനുക്കും, രാത്രി മുഖമൊക്കെ കഴുകി ആകെ ഇടങ്ങേറായി കണ്ടാൽ എഴുന്നേറ്റ് ഓടിക്കളയും, ആ കോലത്തിലെ വന്ന് കിടക്കോളൂ. ആരെടുത്ത്? ഭർത്താവിന്റെ അടുത്ത്. പുറത്തു പോയാലോ ചുണ്ടിൽ ലിഫ്റ്റിക്ക് അതെഴുതി ഇതെഴുതി ആകെ കട്ടർ റോഡൊക്കെ മെറ്റിലിട്ട് നിരത്തുന്നത് പോലെ പുട്ടിയൊക്കെ ഇട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് സെറ്റാണ്. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. വെളിയിൽ ഇറങ്ങിയ ആരും ഇങ്ങനെ നോക്കും, ആരാപ്പായി പോണേ, അബ്ദുറഹ്മാന്റെ ഭാര്യ, ഇത്ര ചെറുപ്പോ. എങ്ങാനും മഴ പെയ്താ തീർന്നു, കയ്യിൽ കൊടയില്ല, മഴ നനഞ്ഞാ തീർന്നു. പിന്നെ ശൈത്താനാണെന്ന് ചിന്തിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, അല്ലേ? നമ്മൾ ചിന്തിക്കണം. ഭർത്താവ് ഭാര്യയോട് പറയാണ്, അതൊക്കെ ഞാൻ പോകുമ്പോ, മനുഷ്യ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ ഞാൻ പോകുമ്പോഴേ ആ ചെറുപ്പക്കാർ പറയണം, ദേവത പോണ് എന്ന് പറയും. ഭർത്താവ് പറയും, ആ പോണ സമയത്ത് ഒരു മഴയെങ്ങാനം പെയ്ത് നിന്റെ ആ മുഖത്തെങ്ങാനം വെള്ളം വീണ ആളുകൾ പറയും, ദേ ബാധ പോണ് എന്ന് പറയൂന്ന്. ആ രീതിയിലാണ് നമ്മുടെ അവസ്ഥ. പകല് മുഴുവൻ മുഖം മിനുക്കും, രാത്രി നമ്മളൊന്നും ചെയ്യൂല, ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങൂല, അത് കുടുംബത്തെ തകർക്കും, വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകൂല എന്ന് മഹാരഥന്മാർ. അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി പിണങ്ങി ഒറ്റയ്ക്കിരിക്കുന്നവൾ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോരുന്ന കഴിക്കും, ഭർത്താവിനോടൊപ്പം ഇരിക്കൂല, അവൾക്കും ബറക്കത്തില്ല. ബറാക്കത്തിനർത്ഥം രണ്ടർത്ഥമാണ് പറഞ്ഞ, പകലും മുഖം മിനുക്കുക, അതോടൊപ്പം ഭർത്താവുമായി പിണങ്ങി ഒറ്റയ്ക്ക് പോരുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുപോലെ ആറാമത്തത് പറഞ്ഞു, ധാരാളം സംസാരിക്കുന്നവൾ. വെറുതെ സംസാരമാണ്, അലപ്പലപ്പലപ്പ്, നമ്മുടെ ഭാഷയിൽ അലപ്പെന്ന് പറയും. വെറുതെ ഇങ്ങനെ ചൊറ പറഞ്ഞ് ഇങ്ങനെ സംസാരം, ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അതോടൊപ്പം ഏഴാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, നാവിനെ സൂക്ഷിക്കാത്തവൾ. നാളെ നരകത്തിൽ ഏറ്റവും കൂടുതൽ കിടക്ക പെണ്ണുങ്ങളാണ്. എന്തേ കാരണം? നാവ്. നന്ദിയില്ലാത്ത വർത്താനം പറച്ച്, ഭർത്താവിനെ കുറ്റം പറച്ച്, നാവിനെ സൂക്ഷിക്കാത്തവൾ. വേണ്ടുന്നിടത്തും വേണ്ടാത്തടത്തും അഭിപ്രായങ്ങൾ പറഞ്ഞ് വെറുതെ നാവിനെ ചലിപ്പിക്കുന്നവൾക്ക് ജീവിതത്തിൽ ബറക്കത്തില്ല, അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല, ദുആ അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു അവളെ കോപത്തോടെയാണ് നോക്കുന്നത് എന്ന് മഹാരഥന്മാർ. അതുപോലെ എട്ടാമത്തത് മഹാരഥന്മാർ പറയുന്നു, എട്ടാമത് നാം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, പൂമുഖത്ത് അലക്ഷ്യമായി കിടക്കുന്ന വസ്തുക്കൾ ഇടുക. മുറ്റം വൃത്തിയാരാണ്, തൂത്തുവാരില്ല. മുറ്റത്ത് അവിടെ അത് കിടക്കുന്നു, ഇത് കിടക്കുന്നു, ചപ്പ് കിടക്കുന്നു, ചവറ് കിടക്കുന്നു, ഇതൊന്നും വൃത്തിയാക്കൂല. അങ്ങനത്തെ പെണ്ണുള്ള വീട്ടിൽ ബറക്കത്തില്ല. അടുത്തത്, അടുക്കളയിൽ അടുക്കും ചിട്ടയുമില്ലാത്ത ക്രമീകരണം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ പാത്രം, സിങ്ക് നിറച്ച് പാത്രം, അവിടെ പാത്രം, ഇവിടെ പാത്രം, ഒരാൾ വന്ന മൊത്തം അലങ്കോലം, ഒരു അടുക്കും ചിട്ടയുമില്ല, ആ വീട്ടിലും ബറക്കത്തില്ല. അതുപോലെ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, വീടിന്റെ മുന്നിൽ നമ്മുടെ ഇന്നർ വെയറുകൾ ഉണക്കാനിടുക. അത് നല്ലതല്ല, വീട്ടിൽ ബറക്കത്ത്
നഷ്ടപ്പെടുമെന്നാണ്. എന്തേ കാരണം? അത് ചെയ്യാൻ പാടില്ല. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നർ വെയറുകൾ, നമ്മുടെ അടിയിലിടുന്ന വസ്ത്രങ്ങൾ വെയിൽ കൊള്ളിക്കണം, പക്ഷെ അതാരും കാണാത്ത സ്ഥലത്തായിരിക്കാം. നമ്മൾ പുറകിലോ സൈഡിലൊക്കെ ഇടാം. ഇത് വീടിന്റെ മുന്നിൽ തന്നെ പരസ്യം, ജോക്കിയുടെ പരസ്യം പാടില്ല. ഇത് ബറക്കത്ത് നഷ്ടമാകും. ഒരാൾ കടന്നു വരുമ്പോൾ അവർക്ക് ഒരു അരോചകമുണ്ടാകുന്ന കാര്യമാണ്, ശ്രദ്ധിക്കുക. അതോടൊപ്പം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, ബെഡ്റൂമിൽ അലക്ഷ്യമായി കിടക്കുന്ന വസ്തുക്കൾ, തലയണ അവിടെ, ബെഡ്ഷീറ്റ് ഇവിടെ, ഇവിടെ, അങ്ങനെ ബെഡ്റൂം ആകെ അലങ്കോലമാണ്, അവിടെയും ബറക്കത്തില്ല. അതോടൊപ്പം വേസ്റ്റുകൾ അടിച്ചുവാരി കൂട്ടിവെക്കുക, അതിലിങ്ങനെ ഈച്ചയും അതും ഇതൊക്കെ വന്നിങ്ങനെ പാറി നടക്കുക, അവിടെയും ബറക്കത്തില്ല. ഉമ്മമാരെ ശ്രദ്ധിക്കും, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അതുപോലെ ടോയ്ലറ്റും ബാത്റൂമും വൃത്തികേടാക്കുക, കേറാൻ കഴിയില്ല. പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ പുറത്താണ് ബാത്റൂം, ഇപ്പൊ കഴിക്കലും കൊണ്ട് കളയിലൊക്കെ വീട്ടിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്, കേറാൻ പറ്റില്ല. അതിന്റെ വാതിൽ തുറന്ന ആകെ ഇടങ്ങേറാണ്. അങ്ങനെ ബാത്റൂമും കുളിമുറികളും ടോയ്ലറ്റുകളൊക്കെ വൃത്തികേടാക്കുക, ബറക്കത്തില്ല. അതുപോലെ ലിവിംഗ് റൂം, അതുപോലെ ഡൈനിങ് ടേബിള്, അവിടെ വസ്ത്രങ്ങള്, പുസ്തകങ്ങള്, ടോയ്സുകളൊക്കെ അടിച്ച് വൃത്തികേടായി കിടക്കുക പാടില്ല, അത് ബറക്കത്തില്ല. അതുപോലെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം, കുഞ്ഞു മക്കളുള്ള മക്കൾ മൂത്രമൊഴിച്ചിട്ടുണ്ടാകും, വീട്ടിൽ കാഷ്ടിച്ചിട്ടുണ്ടാകും, അതൊന്നും വൃത്തിയാക്കൂല, മൂത്രം അവിടെ കിടക്കും, അവിടെ ഉണ്ടാകും, കുഞ്ഞിനെ എടുത്തുകൊണ്ടേ കഴുകും, അതൊരു തുണി എടുത്ത് അവിടെ ഇട്ടേക്കും, അത് അവിടെ കിടക്കും, പാടില്ല, ബറക്കത്തില്ല. അതുപോലെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ടേബിളുകൾ, സ്റ്റഡി ടേബിളുകൾ, നമ്മുടെ കൈ കഴുകുന്ന വാഷിംഗ് ബേസിനുകൾ, അതൊന്നും വൃത്തിയില്ലാതിരിക്കുക, ഇതൊന്നും ബറക്കത്തില്ല. അതുപോലെ മക്കളുടെ വേഷം, ശരീരം എന്നിവ അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. മക്കളുടെ വസ്ത്രമൊക്കെ അഴുക്കാണ്, ശ്രദ്ധിക്കൂല, വാഷിംഗ് മെഷീനിലേക്ക് എടുത്തിട്ട് കുട്ടികളെ സ്കൂളിൽ പോയി ഉഴുതു മറിഞ്ഞാണ് വരണത്, മൊത്തം ചെളിയായിരിക്കും, നേരെ വാഷിംഗ് മെഷീൻ ഇടും, വെളുക്കൂല, എടുത്ത് ഉണക്കുന്നു, തേക്കുന്നു, കൊടുത്തു വിടുന്നു, അഴുക്ക് ശ്രദ്ധിക്കൂല അല്ലേ? പണ്ടൊക്കെ ഉമ്മമാരെ വാഷിംഗ് മെഷീൻ വരുന്നവ കൈകൊണ്ട് തേച്ചൊരച്ച് കഴുകി വസ്ത്രങ്ങൾ കാണാൻ മെനയുണ്ടായിരുന്നു. ഇപ്പൊ തുണികൾ വാഷിംഗ് മെഷീൻ ഇട്ട വെളുക്കും തോന്നുന്നുണ്ടോ? വെളുക്കൂല. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഈ 17ഓളം സ്വഭാവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ? വീട്ടിൽ ബറക്കത്തില്ല. പെങ്ങളെ, നിന്റെ ജീവിതത്തിൽ ഈ 17ഓളം കാര്യങ്ങളുണ്ടോ? ബറക്കത്തില്ല. ജീവൻ സന്തോഷാവൂല, അള്ളാഹുവിന്റെ ശാപമാണ്, ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കൂല, ദുആ അല്ലാഹു സ്വീകരിക്കൂല എന്ന് മഹാരഥന്മാർ. ബറക്കത്തിന് ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഈ 17 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ വൃത്തിയായിരിക്കുക, ബെഡ്റൂം വൃത്തിയായിരിക്കുക, ടോയ്ലറ്റുകൾ, ബാത്റൂമുകൾ, ലിവിംഗ് റൂമുകൾ, അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളുകൾ, കുട്ടികളുടെ ടോയ്സുകളൊക്കെ നമ്മൾ അടിക്കും ചിട്ടയും ഉണ്ടാവുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട സ്വഭാവങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുക ഭാഗ്യം തരട്ടെ. ഞാൻ വേഗം പറഞ്ഞു പോയത് കുറഞ്ഞ സമയവും കൂടുതൽ കാര്യങ്ങളുമാണ്. വെറുതെ ഇങ്ങനെ ഒരു കാര്യം 5 മിനിറ്റ് പറയുക, രണ്ടാമത്തെ കാര്യം 10 മിനിറ്റ് പറയുക, അങ്ങനെ അരമണിക്കൂർ നിങ്ങൾ വലിച്ചു നീട്ടല്ല. ഞാൻ കുറ്റം പറഞ്ഞല്ല കേട്ടോ, നമുക്ക് തിരക്കാണ്, അതുകൊണ്ടാണ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ചാനൽ നിങ്ങൾ നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു മജ്ലിസ് ഉണ്ട്. അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും തിബ്ബുസ് സ്വലാത്തും ഹദ്ദാദ് റാത്തീബുമായി മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജ്ലിസാണ്. എല്ലാവരും പങ്കെടുക്കണം. രാത്രി 9 മണിക്ക് ബദറിൻ തീരം ലൈവ് എന്ന ചാനലിലൂടെയാണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.